ഹലോ, കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ പുട്ടായിരുന്നു, പുട്ടും ഏത്തക്കയും. പിന്നെ മുളകിനകത്ത്, അതായത് കുരുമുളകൊക്കെ ഇട്ട് മത്തി വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മത്തിയായിരുന്നു, വലിയ മത്തി നോക്കി കിട്ടി. അതിൻ്റെ പരുന്നിൽ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ. ദച്ചു ഇടയ്ക്ക് കൂടെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പുളിങ്കറിയാണ്. പിന്നെ അവിയൽ റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുക്കറിനകത്താണ് കേട്ടോ ചോറ് വെച്ചത്. അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാവും. കുറേ സമയം ഇവിടെ ഗ്യാസിനകത്താണ് എല്ലാം വെക്കുന്നത് കൊണ്ടേ പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ പുറത്ത് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി ചെടി ഉണ്ടല്ലോ, അത് വളഞ്ഞ് വേറെന്തോ ഷേപ്പിൽ കിളിച്ച് വരികയാണ്. ഇനി അതിനെന്തെങ്കിലും സപ്പോർട്ടിന് ഒരു കമ്പെന്തെങ്കിലും കുത്തി കൊടുക്കണം. അങ്ങനെ ഇന്ന് രാവിലെ എല്ലാ പണികളും ചടപടയെന്നും പറഞ്ഞ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പരീക്ഷയാണ്. ഓണപ്പരീക്ഷ തുടങ്ങിയല്ലോ എല്ലാവർക്കും. അപ്പോൾ ദച്ചുവിന് ഉച്ചയ്ക്ക് ശേഷമാണ് ഹിന്ദിയുടെ എക്സാമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ആ ഒരു സമയം വരെ, എക്സാമിന് പോകുന്ന ഒരു ടൈം വരെ വെറുതെ ഇങ്ങനെ സമയം കളയും കേട്ടോ. എന്നിട്ടൊരു സമയം ആവാറാകുമ്പോൾ ഒരു വെപ്രാളവാണ്. അന്നേരം അതെടുക്കുന്നു ഇതെടുക്കുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ നേരം കാണത്തില്ല. അവൾക്കിപ്പോൾ എടുത്ത് കൊടുത്താലും അവൾ പെട്ടെന്ന് അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു 2 വായങ്ങളും കഴിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഞാൻ വാരി കൊടുക്കാമെന്ന്. ഞാൻ വാരി കൊടുക്കുമ്പം വലിയ ഉരുളയാക്കി വാരി കൊടുക്കും കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയും അത് കണക്ക് വലിയ ഉരുളയായിട്ടാണ് വാരി തരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ കൊടുക്കുമ്പം കുറച്ചെങ്കിലും വയറ്റിനുള്ളിൽ പോവുമല്ലോ. അങ്ങനെ അവൾക്കെല്ലാം സെറ്റാക്കി. രഞ്ജോണം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നതായിരുന്നു കേട്ടോ. ആൾക്കും ഫുഡ് കഴിച്ചിട്ട് ഇനി പോകണം. പിന്നെന്താ, ദച്ചനോട് ഞാൻ പറയായിരുന്നു ഇത്രയും നേരം വെറുതെ ഇരുന്നിട്ട് പിന്നെ ഈ സമയമാകുമ്പം ഇങ്ങനെ പിടച്ചടിച്ച് പോവല്ലേന്ന്. കുടയും എടുക്കാൻ മറന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുടയും എടുത്ത് കൊടുത്ത് അവളും പോയി. ഇനി പരീക്ഷയൊക്കെ എഴുതി ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വൈകിട്ട് വരിക.